നമസ്കാരം. സന്ദീപ് വാര്യർ വിഷയത്തിൽ CPM-ന് പിറകെ CPI-യും ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിനെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും സന്ദീപ് വാര്യർ CPI-യുമായി സംസാരിച്ച് മണ്ണാർക്കാട് മണ്ഡലം ചോദിച്ചു എന്നും മണ്ണാർക്കാട് മണ്ഡലം നൽകാത്തത് കൊണ്ടാണ് സന്ദീപ് വാര്യർ CPI വിട്ട് കോൺഗ്രസിലേക്ക് പോയി എന്നും ഇത്തരത്തിൽ മറുകണ്ഠം ചാടി വരുന്നവർക്കൊരു പ്രവേശൻ പീരീഡ് കൊടുക്കണമെന്നും പ്രവേശൻ പീരീഡ് കൊടുത്ത ശേഷം മാത്രമേ പാർട്ടിയിലേക്ക് എടുക്കാവൂ എന്നും ഒക്കെ ജനയുഗത്തിൽ ഇന്ന് ഒരു ലേഖനം വന്നിട്ടുണ്ട്. കാക്കയ്ക്ക് വെള്ള പൂശുമ്പോൾ എന്നാണ് ജനയുഗത്തിൽ ഇപ്പോൾ ലേഖനം വന്നിരിക്കുന്നത്. അതായത് ഭരണത്തിൽ CPM-നോട് ഒപ്പം നിൽക്കുന്ന CPI ഭരണത്തിൽ CPM കാണിക്കുന്ന ചില അവരുടെ പ്രവർത്തനങ്ങൾക്ക് നിശിതമായ വിമർശനം അവരുടെ എഡിറ്റോറിയലിലൂടെയും അവരുടെ പത്രമായ ജനയുഗത്തിലൂടെയും പറയാറുണ്ട്. എന്നാൽ ഇവിടെ സന്ദീപ് വാര്യരുടെ കാര്യം വരുമ്പോൾ സന്ദീപ് വാര്യരെ കുറിച്ച് CPI ഇത്തരത്തിൽ ഒരു പ്രയോഗം നടത്തുമ്പോൾ CPI-യും CPM-നെ പോലെ പെരുമാറുകയാണോ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും. ഏതായാലും CPM-നെ പോലെ CPI പെരുമാറി എന്ന് തന്നെയാണ് കാര്യം. സന്ദീപ് വാര്യർ എന്ന ഒരു നേതാവ് ഏതായാലും ഒരു മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം വിലപേശൽ നടത്തുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ വിലപേശൽ നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മണ്ണാർക്കാട് ചോദിച്ചിട്ടുണ്ടാകാം. അത് ഈ അവസരത്തിൽ CPI വിളിച്ചു പറഞ്ഞത് ശരിയാണോ എന്ന് അവർ ചിന്തിക്കണം. അതായത് CPM കാണിച്ച CPM-ഉം ഇത്തരത്തിൽ ആദ്യം അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ കമ്മ്യൂണിസ്റ്റ് ആക്കി മാറ്റും എന്നും AK ബാലനും MB രാജേഷും ഒക്കെ വളരെ സ്നേഹത്തോടെ സംസാരിച്ച അവർ രണ്ടാമത് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ RSS കാലത്തെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ അന്ന് കാണിച്ച ചില ക്രിയകൾ വളരെ മോശമായി പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ പറയുമ്പോൾ CPM കാണിച്ച അതേ തന്നെയാണ് CPI ഇവിടെ കാണിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ. അതായത് പാർട്ടി വിട്ട് വരുന്നവർക്ക് ഇത്തരത്തിൽ അവർക്ക് വേറെ കോർപ്പറേഷനിൽ പോലും ഒരു സ്ഥാനവും കൊടുക്കരുത് എന്നൊക്കെയാണ് CPI അവരുടെ ജനയുഗ മുഖപത്രത്തിൽ പറയുന്നത്. CPI അത്തരത്തിൽ പറയുമ്പോൾ CPI തന്നെ CPM-ൽ നിന്ന് വിട്ടുവന്ന എത്രയോ പേരെ അവരുടെ പാർട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. അതിന് ഉദാഹരണം TJ ആഞ്ചലോസ് തന്നെ ആലപ്പുഴയിൽ. ഏതായാലും നാം ഇവിടെ പറയുന്നത് ഇത്ര മാത്രമാണ്. അതായത് CPM എന്ന പാർട്ടിയുടെ നിലവാരത്തിലേക്ക് തന്നെ CPI എന്ന കുറച്ചെങ്കിലും വ്യക്തിത്വമുള്ള ഒരു പാർട്ടി പോയത് ഒട്ടും തന്നെ ശരിയായില്ല എന്ന് നമുക്കിവിടെ പറഞ്ഞു വെക്കേണ്ടി വരും. മറ്റൊന്നുകൂടി AR റഹ്മാന്റെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിവാഹമോചനത്തെക്കുറിച്ചും വളരെ മോശമായ പരാമർശം ഒക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ജനയുഗം പോലൊരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നവർ ശരിക്കും അറിഞ്ഞിട്ട് ചെയ്യുന്നതാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഏതായാലും CPM-ന് പിറകെ CPI ഇത്തരത്തിൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിനെ ഒരു വളരെ മോശമായ ഒരു പരാമർശത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. CPI-യും ഇത്തരത്തിൽ ഈ ഗതിയിലേക്ക് CPM-ന്റെ ഒരു ശ്രേണിയിലേക്ക് പോവുകയാണോ എന്ന് തന്നെ നമുക്കിവിടെ ചോദിക്കേണ്ടി വരും. സന്ദീപ് വാര്യർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിക്കപ്പെട്ട കോൺഗ്രസിൽ പോയതിന് എന്തിനാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പത്രം CPI പോലൊരു പാർട്ടിയുടെ പത്രം സംസാരിച്ചത് എന്ന് നാം ഇവിടെ ചോദിക്കുകയാണ്. നന്ദി, നമസ്കാരം.